10 മിനിറ്റിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി നോക്കാം. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി വന്ന ശേഷം 3 അല്ലി വെളുത്തുള്ളി കീറിയത് ചേർത്ത് കൊടുക്കാം. 3 വലിയ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്യേണ്ട, തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതേപോലെ വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി എല്ലാ പീസസിലും ഒരേപോലെ ആയതിനു ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്നിടം വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തന്നെ അടപ്പൊന്ന് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വീണ്ടും പീസസൊക്കെ വെന്ത് കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കാം. ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസ് എടുത്ത് നോക്കാം. നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതേപോലെ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്ന ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി ഇട്ട ശേഷം നല്ലതുപോലെ വീണ്ടും വഴറ്റി യോജിപ്പിച്ചെടുക്കണം. തീ ഇപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ പീസസിലും നല്ലതുപോലെ ഈ മുളക് പൊടി കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് കായം ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ആഡ് ചെയ്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഈസി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്.